നമസ്കാരം. ഷോർട്ട് വേ ടു പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 13/10/2018 കേരള PSC നടത്തിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിലെ GK ഭാഗത്തു നിന്നും ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 21 മുതലാണ് GK ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ദി ഗ്യാസ് ഇൻ എ ബലൂൺ ഓഫ് വോളിയം 2 ലിറ്റർ ഈസ് റിലീസ്ഡ് ഇൻ ടു ആൻ എംപ്റ്റി വെസൽ ഓഫ് വോളിയം 7 ലിറ്റർ. വാട്ട് വിൽ ബി ദി വോളിയം ഓഫ് ദി ഗ്യാസ്? ഗ്യാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളുന്ന കണ്ടെയ്നറിൻ്റെ വോളിയം ആയിരിക്കും അതിന് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 7 ലിറ്റർ. 22ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ് വിച്ച് ഷോസ് വേരിയബിൾ വാലൻസി. പൊതുവേ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് വേരിയബിൾ വാലൻസി പ്രകടിപ്പിക്കുന്നത്. സോ ഹിയർ ദി ആൻസർ ഓപ്ഷൻ ഡി അയൺ. 23ാമത്തെ ചോദ്യം, ദി സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഇൻ. ആൻസർ ഓപ്ഷൻ സി കോൺസെൻട്രേഷൻ. പ്രഷർ കൂടുമ്പോൾ മോളിക്യൂൾസ് തമ്മിലുള്ള കോൺസെൻട്രേഷൻ കൂടും, അങ്ങനെ കെമിക്കൽ റിയാക്ഷൻ വേഗത്തിൽ നടക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട റൂളാണ് ബോയിൽസ് നിയമം. 24ാമത്തെ ചോദ്യം, ദി സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദി വർക്കിംഗ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ്. ആൻസർ ഓപ്ഷൻ എ മ്യൂച്വൽ ഇൻഡക്ഷൻ. 25ാമത്തെ ചോദ്യം, ദി ഔട്ടർ മോസ്റ്റ് ഷെൽ കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെൻറ്റ് ഈസ് 4s2 4p3. ദി പീരീഡ് ടു വിച്ച് ദി എലമെൻറ്റ് ബിലോങ്സ് ഈസ്. ഇതിൽ വേറെ ഒന്നും നോക്കാനില്ല, ഈ ഷെൽ കോൺഫിഗറേഷനിൽ കാണുന്ന 4 തന്നെയാണ് ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. സോ ഹിയർ ദി ആൻസർ ഓപ്ഷൻ ഡി 4. 26ാമത്തെ ചോദ്യം, ന്യൂക്ലിയസ് ഈസ് ഡിസ്കവേർഡ് ബൈ. ആൻസർ ഓപ്ഷൻ എ റോബർട്ട് ബ്രൗൺ. 27ാമത്തെ ചോദ്യം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീ അനിമോൺ ആൻഡ് ഹെർമിറ്റ് ക്രാബ്. അതായത് സീ അനിമോൺ അഥവാ കടൽപ്പൂവും ഹെർമിറ്റ് ക്രാബ് അഥവാ സന്യാസി ഞണ്ടും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ കടൽപ്പൂവ് സ്വയം ചലിക്കാത്തവയാണ്. അവ ഈ കക്ക ചിപ്പി പോലുള്ളവയുടെ തോടുകളിൽ പറ്റിപ്പിടിച്ചാണ് ജീവിക്കുന്നത്. അതുപോലെ ഈ സന്യാസി ഞണ്ടിൻ്റെ ശരീരത്തിൻ്റെ അടിഭാഗം വളരെ മൃദുവാണ്. അപ്പോൾ ഈ പറ്റിപ്പിടിച്ചിരിക്കുന്ന തോടുകളെ ഈ സന്യാസി ഞണ്ട് അവയുടെ ശരീരത്തിൻ്റെ ആവരണമാക്കും. അങ്ങനെ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടൽപ്പൂവിന് ഈ ഞണ്ടിനൊപ്പം സഞ്ചരിക്കാനും അങ്ങനെ ഭക്ഷണം സംഭരിക്കാനൊക്കെ പറ്റും. അതുപോലെ സന്യാസി ഞണ്ടിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടൽപ്പൂവിൻ്റെ ഈ ടെൻറ്റക്കിൾസ് പോലുള്ള, അതായത് മുള്ളുകൾ പോലുള്ള ഭാഗങ്ങളുണ്ട്. അവ ഉള്ളത് കാരണം ഈ സന്യാസി ഞണ്ടിനെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാനും ഈ മുള്ളുകൾ കൊണ്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് മ്യൂച്വലിസമാണ് ഇതിൻ്റെ ശരി ഉത്തരമായി വരേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത്. 28ാമത്തെ ചോദ്യം, ആസിഡ് റെയിൻ ഈസ് ഡ്യൂ ടു. ആൻസർ ഓപ്ഷൻ ബി സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഡയോക്സൈഡ്. 29ാമത്തെ ചോദ്യം, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു. ഇവയെല്ലാം ഗ്രീൻ ഹൗസ് വാതകങ്ങളാണ്, എന്നാലും പ്രധാനമായിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ്. സോ ഹിയർ ദി ആൻസർ ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. 30ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ വാട്ടർ സോളിബിൾ വിറ്റാമിൻ. നമുക്കറിയാം വൈറ്റമിൻ സി ആൻഡ് ബി ആണ് വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വിറ്റാമിൻ. ഈ പറഞ്ഞിരിക്കുന്നവയിൽ അസ്കോർബിക് ആസിഡ് അഥവാ വിറ്റാമിൻ സി ആണ് വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വിറ്റാമിൻ. വിറ്റാമിൻ ഡി ആണ് കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നത്. വിറ്റാമിൻ ഇ ആണ് ടോക്കോഫിറോൾ. ഫില്ലോക്കിനോൺ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ കെ ആണ്. റെറ്റിനോൾ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ എ ആണ്. 31ാമത്തെ ചോദ്യം, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഓഫ് 2017 വാസ് ഗിവൻ ടു. ആൻസർ ഓപ്ഷൻ എ വിനോദ് ഖന്ന. 2018 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് അമിതാഭ് ബച്ചനാണ്, അതായത് 66ാമത്. 2019 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് രജനികാന്തിനാണ്. 32ാമത്തെ ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ടു ഡിക്ലെയർ ഫിനാൻഷ്യൽ എമർജൻസി. ആൻസർ ഓപ്ഷൻ സി ആർട്ടിക്കിൾ 360. അനുച്ഛേദം 352 പ്രകാരമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അനുച്ഛേദം 356 പ്രകാരമാണ്. ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത അടിയന്തരാവസ്ഥയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. 33ാമത്തെ ചോദ്യം, കേരള ഗവൺമെൻറ്റ്സ് കമല സുരയ്യ അവാർഡ് ഓഫ് 2017 ഫോർ ലിറ്റററി വർക്ക് വാസ് ഗിവൻ ടു. ആൻസർ ഓപ്ഷൻ ബി KP സുധീര. 34ാമത്തെ ചോദ്യം, ദി ഗ്രാൻഡ് ഡിസൈൻ ഈസ് എ വർക്ക് ഓഫ്.
ആൻസർ ഓപ്ഷൻ എ സ്റ്റീഫൻ ഹോക്കിംഗ്. 35-ാമത്തെ ചോദ്യം. എമോങ് ദി ഫോളോയിങ് ഹു ഈസ് നോട്ട് ദി റെസിപ്പിയൻ്റ് ഓഫ് നൊബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഇൻ 2017? ഈ പറഞ്ഞിരിക്കുന്നവരിൽ ഓപ്ഷൻ ഡി ബാരി സി ബാരിഷാണ് 2017 കെമിസ്ട്രിക്കുള്ള നൊബേൽ പ്രൈസ് ലഭിക്കാത്ത വ്യക്തി. എമ്മാനുവലെ ചാർപ്പൻറ്റിയർ, ജെന്നിഫർ എ ഡോട്ട്ന എന്നീ 2 വ്യക്തികൾക്കാണ് 2020 കെമിസ്ട്രിക്കുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. ജീനോം എഡിറ്റിങ്ങിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചത്. 36-ാമത്തെ ചോദ്യം. ഇൻ 2018 ദി ഓസ്കാർ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ വാസ് ഗിവൻ ടു ഗാരി ഓൾഡ്മാൻ ഫോർ ഹിസ് പെർഫോമൻസ് ഇൻ? ആൻസർ ഓപ്ഷൻ സി ഡാർക്കസ്റ്റ് അവർ. 93-ാമത് അതായത് 2021 ഓസ്കാറിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻ്റണി ഹോപ്കിൻസ് ആണ്. ദി ഫാദർ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. മികച്ച നടനുള്ള ഓസ്കാർ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ആൻ്റണി ഹോപ്കിൻസ്. 37-ാമത്തെ ചോദ്യം. ഇൻ 2019 ഫിഫ അണ്ടർ 20 വേൾഡ് കപ്പ് വിൽ ബി ഹെൽഡ് ഇൻ? ഇത് നടന്നു കഴിഞ്ഞതാണ്. ഇതിൽ വിജയിച്ചത് ഉക്രൈനാണ്. ഇത് നടന്നത് പോളണ്ടിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. 38-ാമത്തെ ചോദ്യം. ഇ ഹരികുമാർ ഗോട്ട് സാഹിത്യ അക്കാദമി അവാർഡ് അഥവാ ഇന്ത്യാസ് നാഷണൽ അക്കാഡമി ഓഫ് ലെറ്റേഴ്സ് ഫോർ ഹിസ് വർക്ക്? ആൻസർ ഓപ്ഷൻ ഡി ദിനോസറിൻ്റെ കുട്ടി. 39-ാമത്തെ ചോദ്യം. ദി ചെയർമാൻ ഓഫ് ദി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഈസ് ബീങ് അപ്പോയിൻറ്റഡ് ബൈ? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്നത് ഓം ബിർളയാണ്. 40-ാമത്തെ ചോദ്യം. ചൂളന്നൂർ ബേർഡ് സാഞ്ചുറി ഈസ് ലൊക്കേറ്റഡ് അറ്റ്? ആൻസർ ഓപ്ഷൻ എ പാലക്കാട്. 41-ാമത്തെ ചോദ്യം. ഹു വാസ് ദി ഫസ്റ്റ് വുമൺ പ്രസിഡൻറ്റ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ആൻസർ ഓപ്ഷൻ ഡി ആനി ബസന്റ്. 1917 INC സമ്മേളനത്തിലാണ് ആനി ബസന്റ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. INCയുടെ ഇന്ത്യക്കാരിയായ ആദ്യ വനിതാ പ്രസിഡൻ്റാണ് സരോജിനി നായിഡു. 1925 സമ്മേളനത്തിലാണ് ഇരുന്നത്. 42-ാമത്തെ ചോദ്യം. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ സുബൻസിരി ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ലൊക്കേറ്റഡ്? ആൻസർ ഓപ്ഷൻ ബി ആസാം. 43-ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സെഷൻസ് ഓഫ് INC വാസ് നാഷണൽ ആന്തം സങ് ഫോർ ദി ഫസ്റ്റ് ടൈം? ആൻസർ ഓപ്ഷൻ എ 1911. 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ് നാഷണൽ ആന്തം ആദ്യമായിട്ട് ആലപിച്ചത്. അപ്പോഴത്തെ കോൺഗ്രസ് പ്രസിഡന്റ് BN ദർ ആണ്. 44-ാമത്തെ ചോദ്യം. വിച്ച് ഈസ് ദി ലോങ്ങസ്റ്റ് നാഷണൽ ഹൈവേ ഇൻ ഇന്ത്യ? ആൻസർ ഓപ്ഷൻ സി NH44. NH44 മുമ്പ് അറിയപ്പെട്ടിരുന്നതാണ് NH7 എന്നത്. ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെയാണ് NH44 ബന്ധിപ്പിക്കുന്നത്. 45-ാമത്തെ ചോദ്യം. വിച്ച് ഈസ് ദി ഓൾഡസ്റ്റ് ഓയിൽ ഫീൽഡ് ഓഫ് ഇന്ത്യ? ഏഷ്യയിലെ ആദ്യത്തെ ഓയിൽ ഫീൽഡ് എന്ന് ചോദിച്ചാലും ആൻസർ ആസാമിലെ ദിഗ്ബോയ് ആണ്. സോ ഹിയർ ദി ആൻസർ ഓപ്ഷൻ എ ദിഗ്ബോയ്. 46-ാമത്തെ ചോദ്യം. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ? ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം. 47-ാമത്തെ ചോദ്യം. ദി ഉറുദു പോയറ്റ് ഹു വാസ് ദി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്? ആൻസർ ഓപ്ഷൻ ബി മുഹമ്മദ് ഇക്ബാൽ. 1930, 31, 32 റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നത്. ലണ്ടനിൽ വെച്ചായിരുന്നു ഇത് നടന്നത്. ഈ 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത 2 വ്യക്തികളാണ് ഡോക്ടർ BR അംബേദ്കറും തേജ് ബഹദൂർ സപ്രു. 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. 48-ാമത്തെ ചോദ്യം. വിച്ച് ഡാം ഈസ് ലൊക്കേറ്റഡ് ഇൻ കരമനത്തോട് ആൻഡ് ഓഫ് സ്പ്രിംഗ് ഓഫ് ദി കബനി റിവർ? ആൻസർ ഓപ്ഷൻ സി ബാണാസുരസാഗർ ഡാം. 49-ാമത്തെ ചോദ്യം. ഹു ഓതേഡ് ദി ബുക്ക് സിദ്ധാനുഭൂതി? ആൻസർ ഓപ്ഷൻ ഡി ബ്രഹ്മാനന്ദ ശിവയോഗി. 50-ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് പാസസ് കണക്ട്സ് അരുണാചൽ പ്രദേശ് വിത്ത് ടിബറ്റ്? ആൻസർ ഓപ്ഷൻ സി ബോംഡില പാസ്. സോജില പാസ് കണക്ട് ചെയ്യുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയാണ്. സ്പിതി താഴ്വരയെയും പാർവതി താഴ്വരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ദബ്സ പാസ്. ഹിമാചൽ പ്രദേശിലെ കുളുവിനും സ്പിതിക്കും ഇടയിലുള്ള ഉയർന്ന പർവ്വത പാതയാണ് ഈ ദബ്സ പാസ് എന്ന് പറയുന്നത്. പാർവതി ചുരത്തിൻ്റെ ഒരു ബൈപ്പാസ് റൂട്ട് കൂടിയാണ്
ദബ്സ പാസ് എന്ന് പറയുന്നത്. ഷിപ്കില പാസ് കണക്ട് ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയുമാണ്. 51ാമത്തെ ചോദ്യം, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓൺ. ആൻസർ ഓപ്ഷൻ ബി 1949 നവംബർ 26. കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചത് 1949 നവംബർ 26-നും കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 26-നുമാണ്. 52ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടെമ്പിൾ ഈസ് നോട്ട് ഇൻ കർണാടക. ആൻസർ ഓപ്ഷൻ എ ബ്രഹ്മേശ്വർ. ബ്രഹ്മേശ്വർ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. 53ാമത്തെ ചോദ്യം, ടീസ്റ്റ റിവർ ഈസ് ദി ട്രിബ്യൂട്ടറി ഓഫ്. ആൻസർ ഓപ്ഷൻ സി ബ്രഹ്മപുത്ര. 54ാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഇയർ എ മേജർ എർത്ത് ക്വേക്ക് ഒക്കേർഡ് ഇൻ ലാത്തൂർ റീജിയൻ. ആൻസർ ഓപ്ഷൻ എ 1993. 55ാമത്തെ ചോദ്യം, വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ഡിക്ലെയർഡ് ജാക്ക് ഫ്രൂട്ട് ആസ് ഒഫീഷ്യൽ ഫ്രൂട്ട് ഓഫ് സ്റ്റേറ്റ്. ആൻസർ ഓപ്ഷൻ ബി കേരള. 56ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് കംപ്ലീറ്റ് ഇക്വാളിറ്റി ഓഫ് മെൻ ആൻഡ് വുമൺ. ആൻസർ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 15. 57ാമത്തെ ചോദ്യം, ദി വൈൽഡ് ലൈഫ് സാങ്ച്വറി വിച്ച് ഈസ് എ പാർട്ട് ഓഫ് നീലഗിരി ബയോസ്ഫിയർ. ആൻസർ ഓപ്ഷൻ സി മുത്തങ്ങ. 58ാമത്തെ ചോദ്യം, ഒറിജിനൽ നെയിം ഓഫ് വാഗ്ബടാനന്ദ. ആൻസർ ഓപ്ഷൻ ഡി കുഞ്ഞിക്കണ്ണൻ. 59ാമത്തെ ചോദ്യം, സൂര്യ സെൻ വാസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദി ഇവൻറ്റ് ഡ്യൂറിങ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. ആൻസർ ഓപ്ഷൻ എ ചിറ്റഗോങ് ആർമറി റെയ്ഡ്. ചിറ്റഗോങ് ആർമറി റെയ്ഡ് നടന്നത് 1930-ലായിരുന്നു. 60ാമത്തെ ചോദ്യം, ഹൂ ഈസ് നോൺ ആസ് ദി മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ. ആൻസർ ഓപ്ഷൻ ബി മാഡം ബിക്കാജി കാമ. 61ാമത്തെ ചോദ്യം, ദി കൺസെപ്റ്റ് ഓഫ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ഹാസ് ബീൻ അഡോപ്റ്റഡ് ഫ്രം വിച്ച് കൺട്രി. ആൻസർ ഓപ്ഷൻ ഡി UK. 62ാമത്തെ ചോദ്യം, ഹൂ പ്രിസൈഡ്സ് ഓവർ ദി ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദി 2 ഹൗസസ് ഓഫ് ദി പാർലമെൻറ്റ്. ആൻസർ ഓപ്ഷൻ സി സ്പീക്കർ. ജോയിൻറ്റ് സിറ്റിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 108 ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് പ്രസിഡൻ്റാണ്. 63ാമത്തെ ചോദ്യം, നെയിം ദി പ്രസിഡൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ. ആൻസർ ഓപ്ഷൻ എ രാജേന്ദ്ര പ്രസാദ്. 1946 ഡിസംബർ 11-നായിരുന്നു രാജേന്ദ്ര പ്രസാദിനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത്. 64ാമത്തെ ചോദ്യം, ബൈ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വാസ് ദി വോട്ടിംഗ് ഏജ് ലോവേഡ് ഫ്രം 21 years to 18 years. ആൻസർ ഓപ്ഷൻ ഡി 61st അമെൻമെൻറ്റ് ആക്ട് 1988. 65ാമത്തെ ചോദ്യം, ദി മിനിസ്റ്റേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ആർ അഡ്മിനിസ്ട്രേഡ് ദി ഓത്ത് ഓഫ് ഓഫീസ് ബൈ. ആൻസർ ഓപ്ഷൻ ബി ഗവർണർ. ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. 66ാമത്തെ ചോദ്യം, ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി ഇംപീച്ച്ഡ് ഫോർ വയലേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ വൈഡ് വിച്ച് ആർട്ടിക്കിൾ. ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 61. 67ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്. ആൻസർ ഓപ്ഷൻ സി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. 68ാമത്തെ ചോദ്യം, ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹൈക്കോർട്ട് എക്സ്റ്റെൻസ് ടു ദി യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ്. ആൻസർ ഓപ്ഷൻ എ കേരള. 69ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സബ്ജക്ട്സ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ കൺകറൻറ്റ് ലിസ്റ്റ്. ഈ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ഫോറസ്റ്റ് ആണ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. 70ാമത്തെ ചോദ്യം, നാഷണൽ വോട്ടേഴ്സ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ വിച്ച് ഡേറ്റ്. ആൻസർ ഓപ്ഷൻ സി 25th ജാനുവരി. 1950 ജനുവരി 25-ന് ഇലക്ഷൻ കമ്മീഷൻ വന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് 2011 മുതൽ ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിച്ചു തുടങ്ങിയത്. ഇത്രയുമാണ് ഈ ചോദ്യ പേപ്പറിലെ GK ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ചോദ്യ പേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്